ഒരിക്കൽ യമുന നദി ശാന്തമായിരുന്നില്ല. അവളുടെ ജലം വിഷമയമായിരുന്നു. കാലിയൻ എന്ന മഹാസർപ്പം തൻ്റെ വിഷം കൊണ്ട് നദിയെ മലിനമാക്കി. മത്സ്യങ്ങൾ ചത്തു, വൃക്ഷങ്ങൾ വാടിപ്പോയി, ജീവൻ തന്നെ അവിടെ നിന്ന് പിന്മാറി. ഗ്രാമവാസികൾ നദിക്കരയിൽ നിന്നു മാറി നിന്നു. പശുക്കൾ ജലം കുടിക്കാൻ മടിച്ചു, പക്ഷികൾ ആകാശം ഒഴിവാക്കി. അപ്പോൾ ഗോപാലകനായ ബാലൻ കൃഷ്ണൻ ആ ദുഃഖം കണ്ടു. കടമ്പമരത്തിൽ നിന്ന് കൃഷ്ണൻ നദിയിലേക്ക് ചാടി. അടിത്തട്ടിൽ നിന്ന് കാലിയൻ ഉയർന്നു വന്നു. കാലിയൻ തൻ്റെ ഭീമമായ വളയങ്ങളാൽ കൃഷ്ണനെ പൊതിഞ്ഞു. പിടി ശക്തമായിരുന്നു, എന്നാൽ കൃഷ്ണൻ നിശ്ചലനായിരുന്നു. അപ്പോൾ കൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് ഒരു ദൈവിക ഭാവം പ്രകടമായി. യമുനയുടെ ഉപരിതലം കലങ്ങിത്തുടങ്ങി. കൃഷ്ണൻ നദിയിൽ നിന്ന് ശാന്തമായി ഉയർന്നു. വിഷം പിന്മാറി, ജലം വഴിമാറി. കാലിയൻ മുകളിലേക്ക് വലിക്കപ്പെട്ടു. അവൻ്റെ തലകൾ തളർന്നു, ശക്തി നഷ്ടപ്പെട്ടു. കൃഷ്ണൻ ഓരോ തലത്തിലും ക്രമബദ്ധമായി കാലെടുത്തു വെച്ചു. അത് കോപത്തിൻ്റെ നൃത്തമല്ല, ധർമ്മത്തിൻ്റെ താളമായിരുന്നു. കാലിയൻ നിശ്ചലനായി, തകർന്നില്ല, പരിവർത്തിതനായി. അപ്പോൾ നാഗിനികൾ മുന്നോട്ട് വന്നു. അവർ അപേക്ഷിച്ചു, ശിക്ഷിക്കൂ പ്രഭു, എന്നാൽ നശിപ്പിക്കരുത്. അവൻ അജ്ഞതയാൽ പിഴച്ചു. കരുണയിൽ ലയിച്ച് കൃഷ്ണൻ ഒരു നിമിഷം നിശബ്ദനായി. പിന്നീട് പറഞ്ഞു, യമുന, വിട്ടുപോകുക, സമുദ്രത്തിലേക്ക് മടങ്ങുക. ഇനി ആരെയും ഉപദ്രവിക്കരുത്. അനുഗ്രഹവും ആജ്ഞയും ഒരുമിച്ചു. കാലിയൻ നിശബ്ദമായി പിന്മാറി. കൃഷ്ണന്റെ പാദചിഹ്നം അവൻ്റെ തലയിൽ പതിഞ്ഞു. പക്ഷികൾ മടങ്ങി, ഗ്രാമവാസികൾ സമീപിച്ചു, പശുക്കൾ ജലം കുടിച്ചു. യമുന വീണ്ടും ജീവിച്ചു. സത്യമായ വിജയം ശത്രുവിനെ നശിപ്പിക്കുന്നതല്ല, അവനെ പരിവർത്തനം ചെയ്യുന്നതാണ്.